ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ചേർക്കാതെ നമുക്കൊരു പഴമാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാം, തേങ്ങ അരയ്ക്കാതെ തന്നെ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നല്ല മധുരമുള്ള അധികം പഴുക്കാത്ത 3 മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നാക്കി വേവിക്കാൻ വെക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് മാങ്ങ എന്തായെന്ന് നോക്കാം. മാങ്ങ ഇവിടെ നന്നായി വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി മൂടി വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അപ്പം നെയ്യും ജീരകവും ചേർത്ത് കൊടുത്തു. ഇനി അതൊന്നുകൂടി ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്നുകൂടി മൂടി വെക്കാം. നമ്മൾ നെയ്യും ജീരകവും ചേർത്തിട്ട് 5 മിനിറ്റ് ആയി. ഇനി ഇതിലേക്ക് 3ാമത്തെ ഇൻഗ്രീഡിയൻസ് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ്. എനിക്കിവിടെ പഞ്ചസാരയുടെ ശർക്കര, കരിമ്പിൻ ശർക്കരയാണ് കിട്ടിയത്. നമുക്ക് അതും ഇതിലേക്ക് ചേർത്ത് നമ്മൾ ഒന്ന് മൂടി വെക്കാം. അപ്പം നമ്മുടെ നെയ്യും ശർക്കരയും ജീരകപ്പൊടിയും എല്ലാം ചേർന്ന് നല്ല രീതിയിൽ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി തേങ്ങ അരച്ചത് നമുക്ക് ചേർത്തിട്ടില്ല. നമ്മൾ അതിന് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വീട്ടിൽ തന്നെ റെഡിയാക്കിയ തൈരാണ്. അപ്പോൾ നമുക്ക് ഈ തൈര് വളരെ കുറഞ്ഞ വളരെ സിമ്മിലാണ് തീയിട്ടിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കാം. ഒരുവിധം പുളിയുള്ള തൈരാണ്. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി ചേർത്ത്, ഇത് തിളച്ചു പോകാൻ പാടില്ല. ചെറിയ ഒരു ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട താളിപ്പ് റെഡിയാക്കാം. ബട്ടർ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വളരെ ടേസ്റ്റിയുള്ള തേങ്ങ അരയ്ക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നെയ്യാണ്, വളരെ കുറച്ച് കഷ്ണം നെയ്യാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. അപ്പം ഞാനിത് നെയ്യ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ബട്ടറിൽ ഞാൻ ഈ കടുക് പൊട്ടിച്ചത്. നമുക്ക് നെയ്യുണ്ടെങ്കിൽ നെയ്യിൽ തന്നെ ഇത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് ഒരു ബ്രൗൺ കളർ ആകട്ടെ. നമുക്കത് അതിലേക്ക് എന്നിട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാമ്പഴ പുളിശ്ശേരി അങ്ങനെ ഞാൻ റെഡിയാക്കി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് പോവുക. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും
ബൈ.